ക്രിസ്പി പരിപ്പുവടയാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമർത്തി വെച്ചാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. നേരെ വീഡിയോക്ക് പോവാം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് വടപ്പരിപ്പ് വെള്ളത്തിലൊരു 5 മണിക്കൂർ കുതിർത്തി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഒരുപാട് അരച്ചെടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 1 അല്ലി എടുത്തിട്ടുള്ളൂ, കറിവേപ്പില, പെരിഞ്ജീരകം 1 നുള്ള്, ഉപ്പ്, കായപ്പൊടി. ഇത്രയാണ് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾക്കിനി ഇത് എങ്ങനെയാണ്, ഇപ്പോൾ ഇതിൻ്റെ മിക്സിങ് നമ്മൾക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾക്ക് അരച്ച് വെച്ച പരിപ്പിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ കാണിച്ച അത്രയും ഉള്ളി ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയ്ക്ക്, ഒരുപാട് ഉള്ളി ഐറ്റംസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് പിടിച്ചാൽ നിൽക്കാതെയോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉള്ളി ഞാൻ 1 പിടിയോളം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം. പിന്നെ ഈ വറ്റൽമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ ഞാൻ 1 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കറിവേപ്പില മുറിച്ചത് ഇട്ട് കൊടുത്തു, ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചത്. ഇഞ്ചിയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ആവശ്യമില്ല, അപ്പോൾ നമ്മളിവിടെ ചേർക്കാറുണ്ട്. അതുകൊണ്ട് 1 അല്ലി വെളുത്തുള്ളി ചേർത്തു. 1 നുള്ള് പെരിഞ്ജീരകം ചേർത്തു. ഇതാ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് ക്രഷ് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേരാൻ പാടില്ല. വെള്ളം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന മിക്സ് ലൂസായി പോവും. ലൂസായാൽ തന്നെ നമുക്ക് പരിപ്പ് വട ക്രിസ്പിയായി കിട്ടാതെയാവും. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാൻ ഒട്ടും തന്നെ വെള്ളം, നമ്മൾ അരിഞ്ഞെടുക്കുന്ന വെജിറ്റബിൾസിലായാലും തീരെ വെള്ളം പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കല്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം ഒന്നും വെക്കാൻ പറ്റില്ല. ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സാധാരണ സവോളയിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയിൽ ചെയ്താലും നല്ലൊരു മണം, നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചു. ഇത് ഒരുപാട് നേരം വെക്കരുത്. മിക്സ് ചെയ്താൽ തന്നെ അപ്പം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് പെട്ടെന്ന് അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇനി അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആദ്യം ഇതുപോലൊരു ബൗൾ ആക്കിയെടുക്കാം. വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണത് ചെയ്യുന്നത്. വലിയ ബൗളായിട്ട് എടുത്തിട്ട്, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു ബൗളായിട്ട് എടുത്തിട്ട് അതിനെ കയ്യിൽ വെച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതിയാവും.
ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ എങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കുക അത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒരേ ലെവലിൽ വരുന്ന പോലെ നന്നായിട്ട് പതിച്ചെടുക്കുക. ഇനി നമ്മൾക്കിത് എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാതും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറാവും, പക്ഷെ ഉള്ളിൽ തീരെ വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. വലിയ ബൗളെടുത്തുകൊണ്ട് തന്നെ വലിയ വലിയ പരിപ്പ് വടകളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ 3 എണ്ണം വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിനുള്ള ചട്ടി. ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാതും ഇത്രയും ആയാലും മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അതായത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ബ്രൗൺ ടു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെച്ചാലും ഇത് ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു പരുവത്തിൽ ഇത് കോരി മാറ്റാം നമുക്ക്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പരിപ്പ് വട റെഡിയായി. ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു.